മുട്ടയും തരിയും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി എന്തായാലും ഇഷ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ഗ്ലാസ് റവ എടുക്കുന്നുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലെ ആ ഒരു ഗ്ലാസ്സിൽ എടുത്താൽ മതിയേ. 2 ഗ്ലാസ് ഇത്രയും റവ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചു നേരം തേങ്ങാപ്പാലില് ഒന്ന് കുതിർത്ത് വെക്കണം കേട്ടത്. പച്ചവെള്ളം ഒഴിക്കേണ്ട. ഇതിലേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിക്കുള്ള തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഏകദേശം ഒരു മുങ്ങി നിൽക്കുന്ന പാകത്തിൽ ഒഴിച്ചാൽ മതിയാവും. ഒന്ന് കുതിർന്ന് വരണം കേട്ടോ. മുങ്ങി നിൽക്കുന്ന ഒരു പാകത്തില് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോ ഇത് നമുക്ക് കുറച്ചു നേരം ഒന്ന് ഒരു 10 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്ന് നല്ലോണം ചൂടായി വന്നോട്ടെ. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോ കല്ലുള്ള ശർക്കര പാനിയാണെന്ന് വെച്ചാല് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിപ്പോ 2 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തത്. ഇത്രയും മതിയാവും. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 3 അച്ച് ശർക്കര വരെ എടുക്കാം കേട്ടോ. അത് നല്ലോണം തിളച്ച് വന്നോട്ടെ. അപ്പൊ നല്ലോണം ശർക്കര പാനി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതിപ്പോ അരമുറി തേങ്ങന്റെ അടുത്തുണ്ട് കേട്ടോ. ഇത്രയും തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു തേങ്ങ നല്ലോണം ഒന്ന് വെന്ത് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് ഇതൊന്ന് തേങ്ങ ഒന്നും കൂടി നല്ലോണം വെന്ത് വന്നു കേട്ടോ. അതായിട്ടില്ല. ഈ ഒരു നേരം കൊണ്ട് നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. ഇത് അത്യാവശ്യം പഴുക്കാത്തൊരു പഴമാണ് കേട്ടോ. അധികം പഴുത്തില്ല. ഒന്നുകൂടി പഴുക്കണം. നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. പിന്നെ നല്ലോണം പഴുത്തു പോയ പഴം ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുന്നത്. ഇതുപോലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. കുഞ്ഞു പീസാക്കി അധികം വലുതാക്കിയിട്ട് കട്ട് ചെയ്തിടാറ് കേട്ടോ. കുഞ്ഞു പീസാക്കിയിട്ട് കൊടുക്കാം. തേങ്ങക്കകത്തേക്ക് എടുത്ത് കൊടുക്കാം. തേങ്ങയും അതുപോലെ തന്നെ പഴവും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടൊന്ന് വെന്ത് വന്നു കേട്ടോ. അപ്പൊ പഴം ഇത് വേവാത്തത് കൊണ്ട് അല്ല പഴുക്കാത്തത് കൊണ്ട് തന്നെ ഒന്ന് വെന്ത് വരണം കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തന്നെ വിളയിച്ചെടുത്താൽ മതിയാവും. ഇത് നല്ലോണം ഒന്ന് വെന്ത് വന്നോട്ടെ പഴം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുറേയൊന്നും വേണമെന്നില്ല. കുറച്ച് മതിയാവും. ഇത്രയും മതിയാവും. ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ആ ഒരു ശർക്കര പാനിൻ്റെ അകത്ത് കടന്നിട്ട് ആ ഒരു പഴം ഒന്ന് വെന്ത് കളറൊന്ന് മാറി വരണം കേട്ടോ. കുറച്ച് ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതിയാവും. നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. നമ്മളെ പഴം ഇവിടെ നല്ലോണം ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇഞ്ചിപ്പൊടി നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതില്ലേ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നേരം ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് മറന്നു പോയതാണ് എന്നോട്. അപ്പൊ ഞാൻ തേങ്ങാപ്പാലിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു. ഇത് ഞാനിപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഒരു ഉപ്പ് അരിയുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ മിക്സിന്റെ ജാറിൽ ഇട്ടൊന്നും അടിക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ മിക്സ് ആക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ആയി വന്നോട്ടെ. ആ ഒരു തേങ്ങാപ്പാലും മുട്ടയും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ആകുന്ന വേറെ ഒന്ന് മിക്സ് ആക്കി.
ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയാവേ. അപ്പൊ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇത്രയും മതിയാവും. ഒരു പാത്രം എടുക്കാം. ഇതിന്റെ അടിയിലായിട്ട് ഞാൻ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. നെയ്യ് എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് തടവി കൊടുക്കട്ടോ. ഇത് അടിഭാഗത്ത് ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തടവി കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തടവി കൊടുത്താൽ മതിയാവും. ഞാൻ ടേസ്റ്റിന് മാറ്റം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നെയ്യ് തന്നെ തടവി കൊടുക്കുന്നത്. അതാ മുഴുവനായിട്ട് നമ്മൾ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ ഉണ്ടാക്കി വെച്ച കൂട്ട് പകുതി ഒഴിച്ചു കൊടുക്കുക. പകുതി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു മിക്സ് ഇല്ലേ, അത് ഇതിന്റെ നടുഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും നിരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡ് ഭാഗത്തുനിന്ന് കുറച്ചിങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. സൈഡ് ഭാഗം മുട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ മതിയാവേ. ഇത് ബാക്കി വരുന്ന ആ ഒരു കൂട്ടില്ലേ, ഇതിന്റെ നടുഭാഗത്തുനിന്ന് എല്ലാ ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആക്കി ഇതുപോലെ ആക്കി കൊടുക്കാം. നിരപ്പാക്കി നിരത്തിയിട്ടിട്ട് ഇതുപോലെ ആവിച്ചണ്ടിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിൽ കൊള്ളായിട്ട് ഞാൻ ഈ ഒരു ആവിച്ചണ്ടി എടുത്ത് വെച്ചാണ് കേട്ടോ. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ലേശം ഒന്ന് പഴക്കം ചെന്ന ഒരാവശ്യമുണ്ടായി. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കും. ആവി കയറ്റി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ തൊട്ട് നോക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കും കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് വേവാണ്. ഇനി ഇത് നമുക്ക് ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക, കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്തതുണ്ടെന്ന് ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഈസിയാണ് കേട്ടോ ഇത് കട്ട് ചെയ്യാനും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും വേണ്ടിയിട്ട്. നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.